നമസ്കാരം. തളിപ്പറമ്പ് നഗരസഭയിലെ കരിമ്പത്ത് ദമ്പതികളെന്ന വ്യാജേന ക്വാർട്ടേഴ്സിൽ താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവതിയും യുവാവും അറസ്റ്റിൽ. കരിമ്പം അഷറഫ് ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 1.25 കിലോയോളം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വ്യാഴാഴ്ച രാത്രി 11ഓടെയാണ് തളിപ്പറമ്പ് ഇൻസ്പെക്ടർ ML ബെന്നിലാലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ക്വാർട്ടേഴ്സ് റെയ്ഡ് ചെയ്ത് ഇവരെ പിടികൂടിയത്. ദമ്പതികൾ എന്ന വ്യാജേന വാടകയ്ക്ക് താമസിച്ചു വരുന്ന ഉത്തർപ്രദേശ് സിദ്ധാർത്ഥ് നഗർ സ്വദേശി അബ്ദുൾ റഹ്മാൻ അൻസാരി, ആസാം നാഗോൺ സ്വദേശിനി മോനൂറ ബീഗം എന്നിവരെയാണ് പിടികൂടിയത്. പ്രതികളുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ വലിയ തോതിൽ ആളുകൾ വന്നു പോകാറുണ്ടെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 മാസമായി ഇവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. തളിപ്പറമ്പ് DYSP പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ DYSP A പ്രജിത്തിന്റെ മേൽനോട്ടത്തിൽ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് ജില്ലയുടെ വിവിധ അതിർത്തികളിൽ പകലും രാത്രിയുമായി ശക്തമായ നിരീക്ഷണവും വാഹന പരിശോധനയും ഏപ്രിൽ മാസം മുതൽ നടത്തിവരികയാണ്. അറസ്റ്റിലായ പ്രതികളെ തളിപ്പറമ്പ് പോലീസ് നടപടികൾ പൂർത്തിയാക്കി റിമാൻഡ് ചെയ്തു. റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ തളിപ്പറമ്പ് പോലീസ് നിരവധി പേരെ മാരക മയക്കുമരുന്നുകളായ ഹെറോയിൻ, MDMA, കഞ്ചാവ് എന്നിവയുമായി ഈ വർഷം പിടികൂടിയിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സ്ത്രീകളെ വേശ്യാവൃത്തിക്കും ലഹരിമരുന്ന് കച്ചവടത്തിനും വ്യാപകമായി കേരളത്തിൽ എത്തിക്കുന്നുണ്ട് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുടുംബമായി ജീവിക്കുന്നവർ എന്ന ധാരണയിൽ പോലീസ് പരിശോധന ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്ത്രീകളെ വ്യാപകമായി ഉപയോഗിക്കുന്നതെന്നാണ് വിവരം. ഇത്തരക്കാർക്ക് ക്വാർട്ടേഴ്സുകൾ വാടകയ്ക്ക് നൽകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംശയം തോന്നുന്ന പക്ഷം വിവരം പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മയക്കുമരുന്ന്, മദ്യക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, കള്ളപ്പണം എന്നിവ കണ്ടെത്തുന്നതിനു വേണ്ടി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്.